ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമുക്കൊരു മേക്കപ്പ് വർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം വേറെ ഒന്നുമല്ല, ഇന്നൊരു വളക്കാപ്പ് ഫംഗ്ഷനാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു ചടങ്ങൊന്നും. ഇങ്ങനെ റീൽസിലൂടെയും മറ്റൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് എൻ്റെ അനിയനാണ് കാലത്ത് തന്നെ കൊണ്ടാക്കിയത്. നമുക്കിന്ന് അഴീക്കോടായിരുന്നു കേട്ടോ വർക്ക്. അപ്പോൾ ഇതാണ് കുട്ടിയുടെ സാരി വരുന്നത്. ഇത് നമ്മുടെ മാരേജിൻ്റെ സാരി ആയിരുന്നു കേട്ടോ കുട്ടിയുടെ. അപ്പോൾ അതന്നെയാണ് ഇന്ന് എടുക്കണത്. അപ്പോൾ ആൾ ഇതാ കുളിച്ച് ഫ്രഷ് ആവാൻ പോയ ടൈമിൽ ഞാൻ കുറച്ച് ഉപ്പ് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് BP ഭയങ്കര ലോ ആണ് കേട്ടോ. അപ്പോൾ അമ്മ കാലത്ത് നാരങ്ങയിൽ ഉപ്പൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. മോളെ ഇത് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാപ്പോഴേക്കും നമ്മുടെ കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്ക് ആകെ കൂടിയുള്ളൊരു സജഷൻ എന്ന് പറയുന്നത്, ചേച്ചി ലൈറ്റ് മേക്കപ്പ് ആയിരിക്കണം, അങ്ങനെ ഒരുപാട് മേക്കപ്പ് ഒന്നും എനിക്ക് വേണ്ട, മേക്കപ്പ് ഇട്ടു എന്ന് അങ്ങനെ തോന്നുകയും ചെയ്യരുത്, എന്നാൽ മേക്കപ്പ് വേണം, ആ ഒരു സജഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ചേച്ചിയുടെ ഇഷ്ടം പോലെ ചെയ്തോന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആളാച്ച് കഴിഞ്ഞൊരു ത്രെഡ് പോലും ചെയ്യാത്ത ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ടാണ് പിരികിനൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുത്തതും എല്ലാം. ആൾ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അപ്പോൾ ആളുടെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനീത എന്നാണ്. വിനീതയുടെ ഹസ്ബൻഡും ഫാമിലിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ അയ്യൊക്കെ നമ്മൾ ആ ഒരു സാരിക്ക് മാച്ചായ കളർ ഒരു ഷെയ്ഡിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര സിമ്പിളാണ്, നമുക്ക് നല്ല രസം ഉണ്ടായിരുന്നിട്ട് കാണാനായിട്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി, അവർക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ട്. കാരണം ആളധികം മേക്കപ്പ് ചെയ്യാത്ത ആളായ കാരണം ഈ ഒരു ലുക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അവരുടെ വീട്ടിൽ നിന്ന് വന്നവരും അങ്ങനെ ഫംഗ്ഷന് വന്നവരൊക്കെ ഭയങ്കര നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് സന്തോഷമായി. പിന്നെ ആളുടെ സ്കിന്നെന്ന് പറയാനായിട്ട് എടുത്തു പറയണം, ആളുടെ മുഖത്ത് ഒരുപാട് ഡാർക്ക്നെസ്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഫൗണ്ടേഷനിൽ കവറാവുന്ന രീതിയിലുള്ള പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ മാത്രമാണ്, കൺസീൽ ചെയ്തിട്ടില്ല അധികം. പിന്നെ നമുക്ക് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വെഡ്ഡിങ് സാരിയാണ് നിങ്ങൾ ഈ ഒരു 7 മാസത്തെ ചടങ്ങിന് ഉടുക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഉടുത്ത് നോക്കുക. നീളം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 മീറ്റർ വെച്ച് അടിക്കുക കേട്ടോ, എന്നാലാണ് നമുക്ക് നന്നായി പ്ലീറ്റ്സ് കിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെയുള്ള വർക്കുകൾ എന്നെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ താഴെ നമ്പർ കൊടുക്കാം. നമുക്ക് ഓൾ കേരള സർവീസ് അവൈലബിൾ ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസും വർക്കുകളൊക്കെ ആയിട്ട് കാണുമ്പോൾ ബൈ. എടാ എങ്ങനെയുണ്ട്, ഇഷ്ടമായ? അടിപൊളിയായിട്ടുണ്ട്. ഉദ്ദേശിച്ച പോലെയൊക്കെ വന്നാ? ഉദ്ദേശത്തെക്കാളും നന്നായിട്ടുണ്ട്. ആണോ? ഓക്കെ. എങ്ങനെയാണോ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നത്? വിചാരിച്ച പോലെ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.